റിട്ടയർമെന്റിന് ശേഷം ജീവിത ചെലവുകൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ 20s-ലും 30s-ലും പണം സേവ് ചെയ്യാൻ തുടങ്ങിയാൽ മക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ടെൻഷൻ ഫ്രീ ആയി റിട്ടയർഡ് ലൈഫ് നയിക്കാം. അതിനുള്ള 5 ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നിങ്ങൾ SIP പറ്റി കേട്ടിട്ടില്ലേ? ഒരു ചെറിയ എമൗണ്ട് റെഗുലറായി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ SIP എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് പറ്റിയ ഗവൺമെന്റ് ബാക്ക്ഡ് ആയ 2 ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളാണ് PPF-ഉം NPS-ഉം. PPF-ൽ നിങ്ങൾക്ക് 7 മുതൽ 8% വരെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നു. ഇനി NPS ആണെങ്കിലോ, മാർക്കറ്റ് ലിങ്ക്ഡ് സ്കീമായ NPS പൊതുവെ തരുന്നത് 9 മുതൽ 12% വരെ റിട്ടേൺസ് ആണ്. തേർഡ് വൺ, നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണിപ്പോൾ. എന്ന് വെച്ചാൽ സ്റ്റോക്ക് ട്രേഡിംഗ് പോലെയുള്ള പുതിയ സ്കില്ലുകൾ പഠിക്കാനും സൈഡ് ഹസൽ ചെയ്ത് നിങ്ങളുടെ ഇൻകം കൂട്ടാനുമുള്ള ബെസ്റ്റ് ടൈം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് വർദ്ധിപ്പിക്കാനും റിട്ടയർമെന്റ് കോർപ്പസിലേക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. ഫോർത്ത് വൺ, ഓട്ടോ ഡെബിറ്റ് എന്ന ഫീച്ചർ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ SIP-യിലേക്കുള്ള എമൗണ്ട് മറ്റ് സേവിങ്സും ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്തു പോകും. അങ്ങനെ ചെയ്യുമ്പോൾ പണം സേവ് ചെയ്യാൻ നിങ്ങൾ ഫോഴ്സ്ഡ് ആവും. ഫിഫ്ത്ത് വൺ, വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യണം. നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും PPF പോലുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പതിയെ കൂട്ടിക്കൊണ്ട് വരണം. അതേപോലെ ഇക്വിറ്റി പോലെയുള്ള ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കുറച്ചും കൊണ്ട് വരികയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയുള്ള എഫക്റ്റീവായ മറ്റെന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്കറിയോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ.